ഞങ്ങളുടെ പാല് ഞങ്ങൾ അവകാശപ്പെടുന്നത് ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിലൊരു ക്വാളിറ്റി അഷ്യൂറൻസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഞങ്ങൾ ഈ പ്രൊജക്റ്റുമായിട്ട് ഞങ്ങൾ സമീപിക്കുമ്പോൾ ധാരാളം യാത്രകൾ പല രാജ്യങ്ങളിലും, യൂറോപ്പുകളിലും മിഡിൽ ഈസ്റ്റിലൊക്കെ യാത്രകൾ ചെയ്ത് അതിനെക്കുറിച്ച് വളരെയധികം ഡെപ്തിൽ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുകയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡിലാവൽ എന്ന് പറഞ്ഞ കമ്പനിയായിട്ടാണ് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഫാം ഡെവലപ്മെൻറ്റ്. അപ്പോൾ അവരുടെ മാസ്റ്റർ ലേ ഔട്ടോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഫാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈവൻ ഞങ്ങളുടെ ഫാമിൻ്റെ സൈറ്റ് ലൊക്കേഷൻ പോലും ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് അവർ ക്ലൈമറ്റോളജിക്കൽ സ്റ്റഡി നടത്തി. ഇപ്പോൾ പശുക്കളുടെ, കാരണം ഇതിൽ ഏറ്റവും വലിയ ഞങ്ങളുടെ അസറ്റ് എന്ന് പറയുന്നത് പശുക്കളാണ്. അപ്പോൾ അവർക്ക് ഇന്നൊരു 5 സ്റ്റാർ ഫെസിലിറ്റീസ് ആണ് അവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു കൗസ് കമ്മ്യൂണിറ്റി എത്രത്തോളം എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, പശുക്കൾക്ക് വേണ്ട ആക്ടിവിറ്റീസ്, അവർക്ക് വേണ്ട മെൻ്റലി ആൻഡ് ഫിസിക്കലി അവരെത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, എത്രത്തോളം അവരെ ആക്റ്റീവാക്കി നിർത്താൻ പറ്റും. അപ്പോൾ അതിലൂടെയാണ് നല്ല ക്വാളിറ്റിയുള്ള പാലും അതുപോലെ തന്നെ ഓണായിട്ടാണ് ഞങ്ങളുടെ ഫീഡ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഭക്ഷണം കൊടുത്ത് നല്ല പാല് പശുവിൻ്റെ ഈൽഡ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മിൽക്കിംഗ് പാർലറാണ് ഞങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് 365 ഡേയ്സും ഒരേ കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് പാൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഇത്രയും വലിയൊരു സെക്ടറിനെ ഞങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് സ്വന്തമായിട്ടൊരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് അതിലൂടെയാണ് ഞങ്ങളുടെ സപ്ലൈ ചെയിൻസും മാർക്കറ്റിംഗ് ഡെലിവറിയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആപ്പിലൂടെ ഈ ഇന്നത്തെ ടെക്നോളജിയും ഇന്നത്തെ കാലഘട്ടത്തിനും ആനുപാതികമായിട്ടുള്ള ഒരു ഡെലിവറി സിസ്റ്റം കൂടിയാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കൺസ്യൂമർക്കും ഈ ആപ്പിലൂടെ സബ്സ്ക്രിപ്ഷനിലൂടെ ഞങ്ങളുടെ പാലും പാലുൽപ്പന്നങ്ങളും മാർക്കറ്റിൽ ലഭ്യമാകും. ഇത്തരത്തിൽ ഒരു ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റും പാലും പാലുൽപ്പന്നങ്ങളായിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ബിസിനസ് മാത്രമല്ല. കാരണം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതൊരു സ്മോൾ സ്കെയിലിൽ വരുന്നൊരു ബിസിനസ്സിനെ നമുക്കൊരു ബിസിനസ് എന്ന് പറയാം. ഇത്തരം വലിയ സ്കെയിലിൽ വരുന്നത് തീർച്ചയായിട്ടും ആ സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലെ ഒരു ബിസിനസ്സിലൂടെ നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള പാലും പാലുൽപ്പന്നങ്ങളുമാണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് ലഭ്യമാക്കുന്നത്.